തമിഴക വെற்றிക്കഴകം അധ്യക്ഷൻ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് കന്യാകുമാരിയിൽ വൈകിട്ട് 3-ന് മഹാദാനപുരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിക്കും. അഗസ്തീശ്വരം വിവേകാനന്ദ ആർട്സ് കോളേജ് മൈതാനത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്ന പൊതുസമ്മേളനം സുരക്ഷാ കാരണങ്ങളാൽ റദ്ദാക്കുകയായിരുന്നു. കന്യാകുമാരി ജില്ലയിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ടി.വി.കെ മത്സരിക്കുന്നത്. വിജയുടെ റാലി കണക്കിലെടുത്ത് പ്രദേശത്ത് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അശ്വിൻ ത്യാഗോ കന്യാകുമാരിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അശ്വിൻ, ഇപ്പോൾ തന്നെ അവിടെ ഒരുക്കങ്ങളൊക്കെ ഉണ്ടോ? ടി.വി.കെയുടെ പ്രവർത്തകരൊക്കെ വളരെ സജീവമായി എത്തിയിട്ടുണ്ടോ? എത്രത്തോളം വലിയ തയ്യാറെടുപ്പുകൾ? മാധു, ഞാനുള്ളത് കന്യാകുമാരി ജില്ലയിലെ മാധവദാനപുരത്താണ്. ഇത് വരുന്നത് ഈ നാഗർകോവിൽ മണ്ഡലത്തിലാണ് ഇത് വരുന്നത്. ഇവിടെ നിന്നാണ് വിജയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വൈകുന്നേരം 3 മണിക്കാണ് വിജയ് തന്റെ റോഡ് ഷോയ്ക്ക് വേണ്ടി മാധവദാനപുരത്ത് എത്തുന്നത്. പക്ഷേ ഈ കൊടും വെയിലിൽ പോലും ആരാധകർ എന്ന് വേണമെങ്കിൽ പറയാം, പ്രവർത്തകരെക്കാൾ കൂടുതൽ വിജയുടെ ആരാധകർ ഇപ്പോൾ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ 12 മണി കഴിഞ്ഞ ശേഷമായിരിക്കും, ഏതാണ്ട് 12:00 വിജയ് തൂത്തുക്കുടി വിമാനത്താവളത്തിൽ എത്തുക. തൂത്തുക്കുടി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാനാർത്ഥികൾ 6 സ്ഥാനാർത്ഥികളും അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ കാണുന്ന മാധവദാനപുരത്തു നിന്നും 3 കിലോമീറ്റർ അപ്പുറേ 0 പോയിന്റിലാണ് ഈ റോഡ് ഷോ അവസാനിക്കുന്നത്. റോഡ് ഷോ അവസാനിക്കുന്നതിന് മുൻപ് ഈ കാണുന്ന മാധവദാനപുരത്ത് വെച്ച് ജംഗ്ഷനിൽ വെച്ച് തന്നെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ശേഷമായിരിക്കും പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ള ഈ ഒരു തുറന്ന വാഹനത്തിൽ വിജയ് റോഡ് ഷോ ആയി 0 പോയിന്റിലേക്ക് എത്തുക. അവിടെ നിന്നും വീണ്ടും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ച ശേഷം തിരിച്ച് മാധവദാനപുരത്തെത്തി ഇവിടെ നിന്നും മടങ്ങിപ്പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ വിവേകാനന്ദ കോളേജിൽ ഒരു പൊതുസമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഈ സമ്മേളനം റദ്ദാക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഈ റാലികളിൽ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കനത്ത സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഏതാണ്ട് 3000-ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ ഒരു പ്രദേശത്തായി വളഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, വിജയുടെ ഭാഗത്തു നിന്നും വിജയുടെ തന്നെ ഏതാണ്ട് 100-ഓളം വരുന്ന ബൗൺസേഴ്സും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല, ടി.വി.കെ പ്രവർത്തകരുടെ ഒരു സംഘത്തെ തന്നെ ഇവിടെ വരുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ കനത്ത സുരക്ഷയിലാണ് നിലവിലിപ്പോൾ ഈ മാധവദാനപുരം ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ കമ്പിവേലികളിലും പോസ്റ്റുകളിലുമൊക്കെ ഷീറ്റ് ഉപയോഗിച്ച് മറച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ റാലികളിൽ നമ്മൾ കണ്ടതാണ്. ചില ആളുകൾ ഈ പോസ്റ്റിലൊക്കെ വലിഞ്ഞു കയറി അതിന് മുകളിലേക്ക് കയറി തമ്പി കീഴയിറങ്ങ് എന്ന് വിജയ്ക്ക് തന്നെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല, അതിന് മുകളിൽ നിന്ന് ആളുകൾ താഴേക്ക് വീഴാനുള്ള സാഹചര്യമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ വലിഞ്ഞു കയറാൻ സാധ്യതയുള്ള ഈ പോസ്റ്റുകൾ, കമ്പിവേലികൾ, അതുപോലെ തന്നെ മരങ്ങൾ, ഇവയിലെല്ലാം ഷീറ്റുകൾ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് കന്യാകുമാരിയിലെ വിജയുടെ റോഡ് ഷോ. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്. 100 ആളുകൾ ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വിജയുടെ ആരാധകരും പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെയായി അവിടേക്ക് എത്തിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെ തുടർന്നാണ് അവിടെ പൊതുയോഗം ക്യാൻസൽ ചെയ്ത് റോഡ് ഷോ ആയത് പരിമിതപ്പെടുത്തിയത്. 21-ാം തീയതിയാണ് അവിടെ പ്രചാരണം അവസാനിക്കുക. അതിനു മുൻപ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൃത്യമായ തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോവുകയാണ്. അശ്വിൻ ത്യാഗോയാണ് വിവരങ്ങൾ നൽകിയത്.